ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇനി നമുക്ക് ഓവനൊന്നുമില്ലാതെ സോസ് പാനിൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് പാനിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിലേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പാറ്റുല വെച്ച് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ കൺസിസ്റ്റൻസിയിൽ കിട്ടാനായിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച് ചൂടാറിയ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കുന്നത്. ഏകദേശം 1/4 കപ്പോളം പാല് മതിയാകും നമുക്കിതിലേക്ക്. ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതേപോലെ ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്ക്യൂർ വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പഴയൊരു ദോശ പാൻ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ സോസ് പാൻ വെച്ച് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടും. പരന്ന സോസ് പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് തണുത്ത പാൽ, നമ്മൾ തിളപ്പിച്ചാറ്റിയ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്, 1/4 കപ്പ് മിൽക്ക് മെയ്ഡും അതോടൊപ്പം തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെടുത്ത ഗ്ലാസ് ചെറുതായത് കൊണ്ട് തന്നെ ഞാനൊരു മറ്റൊരു ബൗളിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത് ഈ സോസ് പാനിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കേക്ക് ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതേപോലെ നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇത് നമ്മുടെ മിൽക്ക് മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ സോക്ക് ആവാൻ വേണ്ടിയാണ് കേക്ക്. ഇനി നമുക്ക് മിൽക്ക് മിക്സ് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കേക്ക് ഫുൾ സോക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മുടെ ടോപ്പ് ഫില്ലിങ്ങിനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് പൊങ്ങിയതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഞാൻ മധുരം ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മളിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പാറ്റുല വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്രീൻ ഗ്രേപ്സ് ആണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്.
സ്ട്രോബെറിക്ക് പകരം ഞാനിവിടെ ഗ്രീൻ ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മിൽക്ക് മിക്സും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഈ മിൽക്ക് മിക്സിൽ ഡിപ്പ് ചെയ്ത് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ യമ്മി ആയിട്ടുള്ള മിൽക്ക് കേക്ക് സോസ് പാനിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക.